ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 5ാം ക്ലാസ്സിലെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 5ാം ക്ലാസ്സിലെ അടിസ്ഥാന പാഠാവലിയിലെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും ആൻസേഴ്സുമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ വേണ്ടി പോകുന്നത്. ഒന്നാമത്തെ ചോദ്യം, പെൺകുട്ടികൾക്ക് പറ്റിയ കളിയല്ല ഫുട്ബോൾ കളി എന്ന് പ്രകാശം പറയുന്നത് നമ്മൾ ശ്രദ്ധിച്ചതാണ്. ശരിക്കും അങ്ങനെയാണോ? അഭിപ്രായക്കുറിപ്പ് തയ്യാറാക്കുക. അപ്പോൾ ഒന്നുകിൽ ഇങ്ങനെ ചോദ്യം വരാം, അല്ലെങ്കിൽ സ്ത്രീയും പുരുഷനും തുല്യ സമത്വമുണ്ട് എന്ന് പറയുന്നു, ശരിയാണോ? നിങ്ങളുടെ അഭിപ്രായം എഴുതാൻ വരാം. അല്ലെങ്കിൽ ഈ പാഠഭാഗത്തിൻ്റെ വെളിച്ചത്തിൽ ഒരു വിലയിരുത്തലോ അല്ലെങ്കിൽ എന്തെങ്കിലും താരതമ്യക്കുറിപ്പോ എന്തെങ്കിലുമൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ കൂട്ടുകാർ നന്നായിട്ട് മനസ്സിലാക്കി വെക്കുക. കലവൂർ രവികുമാർ എഴുതിയ പന്ത് കളിക്കാൻ ഒരു പെൺകുട്ടിയിൽ ഫുട്ബോൾ പ്രേമിയായ സുമംഗല ആൺകുട്ടികൾ ഫുട്ബോൾ കളിക്കുന്നതിനിടയിൽ കളിക്കാൻ എന്നെയും കൂട്ടുമോ എന്ന് ചോദിക്കുന്നു. സുമംഗലയോട് പ്രകാശൻ പെൺകുട്ടികൾക്ക് പറ്റിയ കളിയല്ല ഫുട്ബോൾ എന്ന് പറയുന്നു. അവൻ്റെ മറുപടി കേട്ട് മറ്റെല്ലാ കുട്ടികളും അത് ശരിവെക്കുകയും എന്നാൽ വീട്ടിലെത്തി കാര്യങ്ങളൊക്കെ പറഞ്ഞ മഞ്ഞക്കിളിയോട് അവൻ്റെ അമ്മ അങ്ങനെയല്ലെന്നും ഫുട്ബോൾ മാത്രമല്ല എല്ലാ മേഖലയിലും പെൺകുട്ടികൾക്ക് തുല്യ അവകാശമുണ്ടെന്നും പറഞ്ഞു മനസ്സിലാക്കുന്നു. കൂടാതെ ആദ്യകാലങ്ങളിൽ സ്ത്രീകൾ ലോക ഫുട്ബോൾ കളിച്ചിരുന്ന വീഡിയോയും കാണിച്ചു കൊടുക്കുന്നു. ആദ്യകാലങ്ങളിൽ പലതും പുരുഷന്മാരുടെ കുത്തകയായിരുന്നു എന്നും കാലം മാറിയപ്പോൾ അതെല്ലാം മാറിയെന്നും ഇന്നത്തെ തലമുറ ഒരിക്കലും ഇങ്ങനെ ചിന്തിക്കാൻ പാടില്ല എന്നും എല്ലാ അവസരവും എല്ലാവർക്കും ഒരുപോലെ തുല്യമാണെന്നും മനസ്സിലാക്കി കൊടുക്കുന്നു. അപ്പോൾ ഇന്ന് ഒരുപാട് മാറിയിട്ടുണ്ട്. ഇന്ന് ഹോട്ടലുകളായിക്കോട്ടെ അല്ലെങ്കിൽ വേറെ എവിടെ ആയിക്കോട്ടെ സ്ത്രീക്കും പുരുഷനും ഒരേ തുല്യ അവകാശമാണ് എന്നുള്ളത് നമുക്ക് പ്രസ്താവിക്കാൻ വേണ്ടി പറ്റും. രണ്ടാമത്തെ ചോദ്യം, ഏതൊരു പരിപാടിയുടെയും ആവേശം അതിൻ്റെ കളി നടത്തുന്നത് തന്നെയാണ്. നിങ്ങൾ കണ്ട ഏതെങ്കിലും ഒരു കളിയുടെ ദൃക്സാക്ഷി വിവരണം തയ്യാറാക്കാനാണ് പറയുന്നത്. അപ്പോൾ ഏതെങ്കിലും ഒരു ദൃക്സാക്ഷി വിവരണം എഴുതാൻ സാധാരണ വരാറുണ്ട്. അപ്പോൾ വരുമെന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ ഏതെങ്കിലും ഒരു കളിയുടെ നിങ്ങൾ പഠിച്ചു വെക്കുക, അല്ലെങ്കിൽ അവിടെ തന്നിട്ടുള്ളത് ഏത് കളിയാണോ അതിനെക്കുറിച്ചിട്ട് എഴുതാൻ വേണ്ടി ശ്രമിക്കുക. കൂട്ടുകാരെ, ആവേശമേറിയ ഉറിയടി മത്സരമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഏവരുടെയും പ്രിയങ്കരനായ മനുവാണ് ഇനി ഉറിയടി മത്സരത്തിൽ അടുത്തതായി മത്സരിക്കാൻ പോകുന്നത്. മനുവിൻ്റെ കണ്ണുകൾ കെട്ടി അവനെ വട്ടം കറക്കി ഉറിയടിക്കാനായി പറഞ്ഞയക്കുകയാണ്. മനുവിന് കൃത്യമായ ഒരു ധാരണ ഇതിലുണ്ട്. കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. കൂട്ടുകാരെ, ഇരു കൈകളും കൊണ്ട് വടി മുറുകെ പിടിച്ച് കൈ വട്ടത്തിൽ മുകളിലേക്ക് ഉയർത്തി ആഞ്ഞു വീശുകയാണ്. അതാ നമ്മുടെ പ്രിയങ്കരനായ മനു. അത്ഭുതമെന്ന് പറയട്ടെ, 4ാമത്തെ വീശലിൽ തന്നെ കുടമുടഞ്ഞിരിക്കുന്നു. കയ്യെടുപ്പിൻ, നമ്മുടെ പ്രിയങ്കരനായ മനു ഈ മത്സരത്തിൽ വിജയം കൈവരിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇത് അവിടുന്ന് നമ്മൾ കാണുന്നതാണ് ദൃക്സാക്ഷി വിവരണം എന്ന് പറയുന്നത്. അപ്പോൾ ഓൺ ദ സ്പോട്ടിലാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ അതാ ചെയ്തിരിക്കുന്നു, അതാ കണ്ടിരിക്കുന്നു, അങ്ങനെ ആക്കിയിരിക്കുന്നു, ഇങ്ങനെ ആക്കിയിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞാണ് നമ്മൾ എഴുതേണ്ടത്. 3, കായികമേളയിൽ ഒന്നാമത് എത്തിയ തകാഹാഷിയെ ഓർക്കുന്നില്ലേ? ധാരാളം സമ്മാനങ്ങളും മത്സരങ്ങളിൽ നിന്ന് അവന് കിട്ടി. തകാഹാഷി കായികമേളയിൽ സമ്മാനം കിട്ടിയ ദിവസം എഴുതാനിടയുള്ള ഡയറി കുറിപ്പാണ് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. ഡയറി കുറിപ്പ് എഴുതാൻ നിങ്ങൾക്കറിയാം. ഡയറി കുറിപ്പ് എഴുതുമ്പോൾ ദിവസവും തീയതിയും എഴുതണം. ഇന്ന് സ്കൂളിൽ നടന്ന കായികമേള വളരെ പ്രത്യേകമായിരുന്നു. എല്ലാ ഇനങ്ങളിലും തകാഹാഷി ഒന്നാമതെത്തിയത് ഞങ്ങളെ അത്ഭുതപ്പെടുത്തി. മറ്റുള്ളവർ കരിമീൻ തടിയൻ്റെ വയറ്റിൽ വഴി തെറ്റുമ്പോഴും അസംബ്ലി മന്ദിരത്തിലെ പടവുകളിൽ പാടുപെടുമ്പോഴും തകാഹാഷി അത്ഭുതകരമായ വേഗത്തിൽ മുന്നേറി. സമ്മാന വിതരണ സമയത്ത് അവൻ ഒരു വീരനായകൻ്റെ അഭിമാനത്തോടെയാണ് സന്തോഷത്തോടെയും വേദിയിലേക്ക് കയറുകയായിരുന്നു. ഒരു പിന്നാലെ ഒന്നായി സമ്മാനങ്ങൾ അവന് ലഭിച്ചു. 1ാം സമ്മാനമായി നാട്ടുചേന, മത്തങ്ങ, 2ാമത്തെ സമ്മാനമായി ഉരുളക്കിഴങ്ങ്, 3ാമത്തെ സമ്മാനമായി ചീര. എല്ലാം അവൻ്റെ കൈകളിൽ നിറഞ്ഞു. ഞങ്ങൾ എല്ലാവരും അവനെ നോക്കി വിസ്മയിച്ചു. തോറ്റതിൽ അല്പം വിഷമം തോന്നിയെങ്കിലും തകാഹാഷിയുടെ വിജയത്തിന് വലിയൊരു അഭിമാനവും സന്തോഷവും തോന്നി. ഇന്ന് കായികമേള എൻ്റെ മനസ്സിൽ ഒരിക്കലും മറക്കാനാവാത്ത ഒരു ദിനമായി മാറി. ഇങ്ങനെ നമുക്കൊരു ഡയറി എഴുതാം. ഇനി 4ാമത്തെ ചോദ്യമാണ്, കണ്ണനും കൂട്ടുകാരും കാട്ടിൽ പോയപ്പോൾ ഒരുപാട് കളികളിൽ ഏർപ്പെട്ടു. ഇന്നത്തെ തലമുറയുടെ കളികളും കണ്ണനും കൂട്ടുകാരും കളിച്ച കളികളും തമ്മിലുള്ള താരതമ്യക്കുറിപ്പ് തയ്യാറാക്കാനാണ് പറയുന്നത്. അല്ലെങ്കിൽ ഇന്ന് കൂട്ടുകാരെ പുറത്തു പോയി കളിക്കുന്നില്ല, മുറ്റത്തേക്ക് ഇറങ്ങി കളിക്കുന്നില്ല, നിങ്ങളുടെ അഭിപ്രായക്കുറിപ്പ് എഴുതാനും പറയാം. കണ്ണനും കൂട്ടുകാരും കാട്ടിൽ പോയി കുസൃതി നിറഞ്ഞ കളികൾ കളിച്ചു. മയിൽ പോകുമ്പോൾ ഒപ്പം പോവുകയും കുയിലുകൾ പാടുമ്പോൾ അവയോടൊപ്പം പാട്ടുപാടുകയും ചെയ്തു. പക്ഷികളുടെ മേൽ വാൽ പിടിച്ച് ഓടുകയും അരയന്നങ്ങളുടെ പിന്നാലെ നടന്ന് അവയെപ്പോലെ കരയുകയും ചെയ്തു. സ്വന്തം നിഴലിനോട് സംസാരിച്ചു. ഒച്ച വെക്കുമ്പോൾ ഉള്ള മാറ്റം കേട്ടും കുരങ്ങന്മാരുടെ വാലിൽ പിടിച്ചും ഞങ്ങൾ ഒരുപാട് കളിച്ചു. ഇത്തരം കളികൾ ഒന്നും ഞങ്ങൾ സാധാരണ കളിക്കാറില്ല. പക്ഷേ ഇന്ന് ഞങ്ങൾ പ്രകൃതിയോട് ഇണങ്ങി ഒരുപാട് കളിച്ചു. ഇത്തരത്തിലുള്ള കളികൾ ഒന്നും ഇന്നത്തെ
തലമുറ കളിക്കാറില്ല. എല്ലാവർക്കും മൊബൈൽ ഗെയിമുകളോടാണ് ഇഷ്ടം. മുറ്റത്തിറങ്ങാനോ പ്രകൃതിയിലേക്ക് ഇറങ്ങിച്ചെന്ന് കളിക്കാനോ വിനോദം കണ്ടെത്താനോ ഇന്നത്തെ തലമുറ ഇഷ്ടപ്പെടുന്നില്ല. ഓൺലൈനിൽ കളികളിലൂടെ ഗെയിമുകളും മറ്റും കളിക്കുന്ന ഇന്നത്തെ തലമുറയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. സാങ്കേതിക വിദ്യ വളരുന്നതിനോടൊപ്പം തന്നെ കുട്ടികളുടെ ചിന്തകളിലും മാറ്റം വരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. അഞ്ചാമത്തെ ചോദ്യം, എൻ്റെ അമ്മ ആഗ്രഹിച്ചത് അമ്മ നേടിയെടുത്തു. സുമംഗലക്കും അതിനൊക്കെ കഴിയേണ്ടതാണ്. ചോദ്യത്തിൻ്റെ ബാക്കിയില്ല. അപ്പോൾ സുമംഗലക്കും കഴിയേണ്ടതാണ്. അപ്പോൾ ആ ഒരു സുമംഗലയെയും നമ്മുടെ അമ്മയെയും മഞ്ഞക്കിളിയുടെ അമ്മയെയും കുറിച്ച് താരതമ്യം ചെയ്യാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതും വളരെ ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യം തന്നെയാണ്. അപ്പോൾ അതും കൂട്ടുകാർ നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നല്ല മാർക്ക് തന്നെ സ്കോർ ചെയ്യാൻ വേണ്ടി കഴിയട്ടെ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.